ഹലോ, ഇന്ന് നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ ഡേ 4 ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും ദിവസം കൊട്ടഗിരിയിലാണ് നിന്നിരുന്നത്. ഇന്ന് നമ്മൾ ഊട്ടിയിലാണ് നമ്മുടെ ഡേ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഊട്ടിയിലെ പാർക്കിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കയറുമ്പം തന്നെ ഇത് കുറേ കുതിരകൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഹോഴ്സ് റൈഡിംഗ് ഒന്നും ചെയ്തില്ല. നമ്മൾ കുതിരകളെ നോക്കി നിന്നത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഈ ഒരു കുതിര, ഈ ഒരു റെഡ് വന്നിരിക്കുന്ന കുതിര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുതിര. ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ അതിലെ ഓരോ ആക്ടിവിറ്റീസൊക്കെ നോക്കി നടക്കുമായിരുന്നു. പോകുന്ന വഴിക്ക് ഈ ഒരു റോക്കറ്റ് ജെക്ടർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കണ്ടിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആരും കയറിയില്ല, പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. പക്ഷെ അതിൽ നിന്ന് നമുക്ക് കാറിലും എല്ലാം കേൾക്കാമായിരുന്നു. ഈ റൈഡിലും ഞങ്ങൾ ആരും കയറിയില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് കണ്ടുകൊണ്ട് നിന്നതേ ഉള്ളൂ. അത് കണ്ട് മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു ബാഹുബലിയുടെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ കാർ ഓടിക്കാനാണ് പോയത്. കാറ് കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാവരും അതിൽ കയറി. ഞാനാണെങ്കിൽ നല്ല രീതിയിൽ കാർ ഓടിച്ച് വരുമായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി എന്നെ ഇടിച്ച് തെറിപ്പിച്ച് അവിടെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുമായിരുന്നു. അപ്പോൾ കുഞ്ചുവിൻ്റെ വണ്ടി വന്ന് ഇടിച്ച് ഞാൻ ജാമായി 2 പേർ ഇടയ്ക്ക് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ കുറേ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നല്ല വെയിലായി കാണും ഞങ്ങൾ ആരും കയറിയില്ല. അടുത്ത ഞങ്ങളുടെ ടാർഗറ്റ് ഈ ടോയ് ട്രെയിൻ ആയിരുന്നു കേട്ടോ. അതിൽ ഞങ്ങളെല്ലാവരും കയറി. അത് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ കൊണ്ടുപോകും. ഞാനാണെങ്കിൽ ട്രെയിൻ എപ്പോൾ എടുക്കുമെന്ന് ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അന്നേരത്തേക്കിന് ട്രെയിൻ വിടാറായി. പിന്നെ ഞാൻ ഓടി വന്ന് കയറുമായിരുന്നു. അങ്ങനെ അവർ നമ്മളെ കുറച്ച് ദൂരം ട്രെയിനിലൊക്കെ കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് ഇതുപോലൊരു ഗുഹയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൈഡിലൊക്കെ കാട് പോലെയും അങ്ങനെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഊട്ടിയിൽ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക്.